ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാ കിച്ചൻ. ഇന്നത്തെ റെസിപ്പി മാംഗോ പനക്കോട്ടയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇത് നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് 10 ഗ്രാം അഗർ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ അഗറിൻ്റെ പൊടിയാണ് ഉള്ളതെങ്കിൽ അതാണെങ്കിലും ചേർത്ത് കൊടുക്കാം. അതല്ല നിങ്ങളുടെ കയ്യിൽ ജലാറ്റിൻ പൗഡറാണ് ഉള്ളതെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ ജലാറ്റിൻ പൗഡർ 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ, നല്ല ചൂട് വെള്ളത്തിൽ ഉരുക്കിയെടുത്താൽ മതിയാവും. ഇത് നമുക്കൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അഗർ നല്ലോണം ഒന്ന് അലിഞ്ഞ് വന്നോട്ടെ. ഇതാ ഇപ്പോൾ ഇവിടെ അഗറൊക്കെ നല്ലോണം ഒന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു പാനിലേക്ക് 1 കപ്പ് പാലും 1 കപ്പ് ഹെവി ക്രീമും ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 50 ഗ്രാം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ആ പഞ്ചസാര ഒന്ന് മെൽറ്റാവുന്ന ടൈം മാത്രം മതി. അതിനുശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ച അഗർ കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഉടനെ തന്നെ ഇത് നല്ല രീതിക്ക് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് പുഡിംഗ് ഗ്ലാസ്സിലേക്ക് സെറ്റ് ചെയ്യാം. പനക്കോട്ട സാധാരണ 2 ലെയറായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടിട്ട് ഞാനിവിടെ ഗ്ലാസ് ഇങ്ങനെ ഒന്ന് ചരിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി എടുത്തേക്കുന്ന പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്കൊരു 4 മണിക്കൂറത്തേക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഒരു 4 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത ലെയറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ റെഡിയാക്കി എടുക്കാം. ആദ്യം ചെയ്തതുപോലെ തന്നെ നമുക്ക് കുറച്ച് അഗർ ഉരുക്കിയെടുക്കാം. അതിനായിട്ട് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് അതിലേക്ക് 10 ഗ്രാം അഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് ഉരുക്കിയെടുക്കാം. ഇതിപ്പോൾ നല്ലവണ്ണം ഒന്ന് ഉരുക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് അടുത്ത ലെയർ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. 3 മാങ്ങയും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി മിക്സിയിലിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുത്ത് വന്നതാണിത്. ഇത് നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെയാണ് ഞാനിവിടെ മാങ്ങ അടിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന അഗർ കൂടി ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചേക്കുന്ന മാങ്ങ ഇട്ട് കൊടുത്ത് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ആദ്യത്തെ ലെയർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചേക്കുന്ന മാംഗോ അഗർ മിക്സ്ചർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാനൊരു ഫോയിലിംഗ് പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 4 മണിക്കൂറോളം വീണ്ടും ഫ്രിഡ്ജിൽ വെക്കാം. ഇത് നല്ല ടേസ്റ്റി ആയ ഒരു ഇറ്റാലിയൻ ഡെസേർട്ടാണ്. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഏതാണെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് നമുക്ക് ഈ പനക്കോട്ട ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. സ്ട്രോബെറിയോ മുന്തിരിയോ അങ്ങനെ ഏത് ഫ്രൂട്ട്സ് വെച്ചിട്ടും ഈ പനക്കോട്ട നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ പനക്കോട്ട ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണിതിന്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഇഫ്താറിനും പാർട്ടികളിലൊക്കെ വിളമ്പാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണിത്. വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. എന്നാൽ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.